Hello guys, so welcome back to my YouTube channel. So if you're new here, subscribe to my YouTube channel guys. So നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചൈനീസ് ഡോയൻ മേക്കപ്പ് ലുക്ക് ആണ്. So let's begin. ഫസ്റ്റ് നമ്മൾ പ്രൈമറാണ് എടുത്തിട്ടുള്ളത്, ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് യൂസ് ചെയ്യാം. വെയിറ്റ് മിനിറ്റ്, ഞാൻ കമ്മലിട്ടിട്ട് വരാം. ഓക്കെ, ഞാൻ കമ്മലൊക്കെ ഇട്ടിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കളർ കറക്റ്റർ യൂസ് ആക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഫൗണ്ടേഷനിലോട്ട് കിടക്കാം. ദിസ് ഫോൺ കാണാത്തവർ ചാനൽ ചെക്ക് ചെയ്യുക. കൺസീലർ എടുക്കാം, ലൈക്ക് ദിസ്. ദെൻ സെൻറ്റർ ഓഫ് ദി ഫേസ്. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൺസീലർ. കുറച്ച് നേരം അത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പം അതിന് മുമ്പ് നമുക്കൊന്ന് കോണ്ടോറിങ് ചെയ്ത് കൊടുക്കാം. കോണ്ടോർ സ്റ്റിക്ക് ദാറ്റ് ഐ ആം യൂസിങ്. ഫസ്റ്റ് നെറ്റിയിലിട്ട് കൊടുക്കാം. ഈ പ്ലേസിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ദെൻ ബ്ലെൻഡ് ചെയ്യാം. ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. കൺസീലർ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. മൂക്ക് കോണ്ടോർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ കോണ്ടോർ സ്റ്റിക്ക് ഇവിടെ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ മൂക്കിൻ്റെ തുമ്പത്തായിട്ട് ഇങ്ങനെ ഷേപ്പിലായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാം. എനിക്ക് കൈ കൊണ്ടാണ് കംഫർട്ടബിൾ, അപ്പോൾ കൈ കൊണ്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. ഈ കോണ്ടോർ സ്റ്റിക്കിൽ തന്നെ ഒരു ഹൈലൈറ്റിംഗ് ഇതുണ്ട്. ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എക്സ്ക്ലമേഷൻ മാർക്ക് പോലെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. ബ്രഷ് നമ്മൾ ജസ്റ്റ് ഒരു പെയിൽ പിങ്ക് ആണ്. അത് സെൻറ്റർ ഓഫ് ദ ഫേസിലാണ് അവർ എപ്പോഴും ബ്ലഷ് യൂസ് ചെയ്യുന്നത്. ഈ ലൈറ്റ് പിങ്ക്, പെയിൽ പിങ്ക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചൈനീസ് മേക്കപ്പിൽ നമ്മൾ മോസ്റ്റ്ലി ബ്ലഷസ് ഇടുന്നത് അണ്ടർ ഐസിൻ്റെ താഴെയും സെൻറ്റർ ഓഫ് ദി ഫേസിലായിരിക്കും അവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പെയിൽ പിങ്ക് എടുത്തതിന് ശേഷം പിന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ ഫിനിഷിംഗ് പൗഡർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർ ഐസിൻ്റെ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്രീസ് ആവാതിരിക്കാൻ. പിന്നെ ജസ്റ്റ് ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്ത് ഞാൻ ആ സൈഡിൽ ചീക്കിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഐ ഷാഡോയ്ക്ക് വേണ്ടത് പെയിൽ പിങ്ക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ള പിങ്കും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്ലിറ്റർ പിങ്കും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. then നമ്മുടെ ഹൈലൈറ്റർ ആ പിരികത്തിന് താഴെ ഒന്ന് എഴുതി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യാമെന്ന്. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ഈ ബ്രൗൺ കളർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ വാട്ടർ ലൈനിൻ്റെ താഴെയുള്ള ലൈനിൽ വരയ്ക്കുക, വാട്ടർ ലൈനിലല്ല. പിന്നെ നമ്മൾ സ്ക്വിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടിച്ച പോലെ ഭാഗം കാണില്ലേ, ജസ്റ്റ് ഒരു ലൈൻ പോലെ, അവിടെ ജസ്റ്റ് ആ ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ലൈറ്റർ കൺസീലർ എടുത്ത് ആ നടുക്ക്, ആ മേളത്തിന് താഴത്തെ ലൈനിൻ്റെ നടുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി എങ്ങനെയാണ് നെയ്ഗോസാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ദെൻ നമുക്ക് ആ ഗ്ലിറ്റേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സൈഡിലും, പിന്നെ ആ ഐക്യൂസാളിൻ്റെ താഴെ ആ ഭാഗവും. പിന്നെ ജസ്റ്റ് ഞാനൊന്ന് ഐലാഷസ് ഒന്ന് കേൾ ചെയ്തിട്ട് മസ്കാര എഴുതി കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് വേണ്ട ജസ്റ്റ് ഒരു പിങ്ക് മഴസിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു റെനയുടെ ഒരു ക്ലിയർ ലിപ് ഗ്ലോസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.